ഡിയേഴ്സ്, എല്ലാ കുട്ടികളും 8th CBSE കഴിഞ്ഞ് 9th ഇങ്ങനെ എത്തി നിൽക്കുകയാണ് അല്ലേ. വീട്ടിൽ നിന്ന് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും. അടുത്ത കൊല്ലം 10th നീ ഇങ്ങനെ കളിച്ച് നടന്നോ? അതേപോലെ ടീച്ചേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ടാവും, നീ ഇങ്ങനെ ഉഴപ്പി നടന്നിട്ടാണോ അടുത്ത കൊല്ലം 10th CBSE പാസ്സാവാൻ പോകുന്നത്? എനിക്കൊന്ന് കാണണം. ബോർഡ് എക്സാം നീ എങ്ങനെ എഴുതുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ ടീച്ചേഴ്സും ഇങ്ങനെ പേടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. ചെറിയ രീതിയിൽ നിങ്ങളുടെയും മനസ്സിലൊരു പേടിയൊക്കെ വന്നിട്ടുണ്ടാവും. ഓ 9th എത്തി, നിങ്ങളെ തൊട്ട് മുന്നേ 9th നിങ്ങളെ തൊട്ട് സീനിയേഴ്സ് അവരുടെ സംസാരമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരോട് ചോദിച്ച് അവരോട് ബുക്ക് വാങ്ങുമ്പോഴും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും 9th കുറച്ച് സീനാണ്, 8th പോലെ ഇല്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ശരിക്കും 9th എന്ന് പറയുന്നത് ഒരു വില്ലനാണോ? 9th CBSE എന്ന് പറയുന്നത് ഒരു വില്ലനാണോ? നമുക്ക് മാത്തമാറ്റിക്സിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയാലോ. മാത്തമാറ്റിക്സിലെ എൻ്റയർ സിലബസ് ഈ ഒരു അക്കാദമിക് ഇയർ എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് നേടാൻ പറ്റുക എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. 6 മൊഡ്യൂൾസ് ആയിട്ട് 6 യൂണിറ്റ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് 12 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 9th. ഈ ഒരു അക്കാദമിക് ഇയറിൽ 12 ചാപ്റ്റേഴ്സ് മാത്തമാറ്റിക്സിൽ മാത്രം പഠിക്കാനുണ്ട്. ആലോചിച്ച് നോക്കുക. അത് 6 യൂണിറ്റ്സ് ആയിട്ടാണ് ഇവിടെ തിരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്പർ സിസ്റ്റംസ്, ആൾജിബ്ര, കോർഡിനേറ്റ് ജിയോമെട്രി, മെൻസുറേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ മെൻസുറേഷൻ ഞങ്ങൾ 8th പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ബാക്കിയാണ് ഇവിടെ ഉള്ളത്. ശരിയാണ്. ഓക്കെ, നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടൊന്ന് നോക്കിയാലോ മക്കളെ. ശ്രദ്ധിക്കുക. ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്പർ സിസ്റ്റംസ്. നമ്പർ സിസ്റ്റംസിൽ നമുക്ക് പഠിക്കാനുള്ളത് നാച്ചുറൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ് എന്താണ്, റാഷണൽ നമ്പേഴ്സ് എന്താണ്, അത് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പിന്നെ നോൺ റെക്കറിങ്, നോൺ ടെർമിനേറ്റിംഗ്, അങ്ങനെ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ ബാക്കിയായിട്ട്, ഇതിൻ്റെ തുടർച്ചയായിട്ട് ഒരു ചാപ്റ്റർ 10th CBSE ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. ഇതിൻ്റെ ബാക്കിയായിട്ട് ഇതുമായിട്ട് കുറച്ചൊരു വലിയ രീതിയിൽ റിലേഷൻ ഉണ്ടെന്നല്ല, പക്ഷേ കുറച്ചൊരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്ന ചാപ്റ്ററാണ് 10th CBSE റിയൽ നമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് യൂണിറ്റിലെ ആൾജിബ്ര എന്ന യൂണിറ്റിലെ ചാപ്റ്ററാണ് പോളിനോമിയൽസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്റർ. നിങ്ങളൊരു 8ാം ക്ലാസ്സിലെ ഒരു ആദ്യത്തെ ഒരു 6 ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത്രയും ലോഡ്, അത്രയും സബ്ജക്റ്റ്, അത്രയും സിലബസ് ഇതിൽ പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾ കാണുമ്പോൾ ആകെ ഒരു 5-8 വരിയുള്ളൂ. പക്ഷേ പഠിച്ചു തുടങ്ങിയാൽ, ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന്. പക്ക 10th പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലെ 10th സെക്കൻഡ് ചാപ്റ്ററാണ് പോളിനോമിയൽസ്. നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളെ 10th നിങ്ങളെ സീനിയേഴ്സിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ പക്ക ബേസ് ബിൽഡ് ചെയ്യുന്നത് ഈ 9th CBSE തൊട്ട് മുന്നത്തെ, അതായത് നിങ്ങളുടെ ഇപ്പോൾ പാസ് ഔട്ട് ആയി പോയ 10th CBSE-കാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അവരുടെ കേരളത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ അത് വന്നത് 10th CBSE പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൽ നിന്നല്ല എന്നറിയുമ്പോഴാണ് 9th CBSE മാത്തമാറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. 9th CBSE മാത്തമാറ്റിക്സിലെ ടെക്സ്റ്റ് ബുക്കിലൊരു പോയിന്റ്, ആ ഒരു പോയിന്റിൽ നിന്നാണ് ഈ തവണത്തെ ഇതിൽ സീറോസ് ഓഫ് എ പോളിനോമിയൽ, ആ ഒരു ടോപ്പിക്കിൽ നിന്ന്, സീറോ ഓഫ് എ പോളിനോമിയൽ, ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഈ വർഷത്തെ ഈ കൊല്ലം പാസ് ഔട്ട് ആയി പോയിട്ടുള്ള, അതായത് കഴിഞ്ഞ മാർച്ച് 11-നായിരുന്നു അവരുടെ എക്സാം. ആ മാർച്ച് 11-ന് അവർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ 9th പഠിച്ചൊരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ 9th പഠിച്ച ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് പോളിനോമിയൽസ്. ഇതിൻ്റെ പക്ക കണ്ടിന്യൂഷൻ ആയിട്ടാണ് 10th CBSE സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസും അതേപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ 10th CBSE 2 ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയി. അത് നോക്കിയേ വേണ്ട. പോളിനോമിയൽസ് കംപ്ലീറ്റ് ആയിട്ട് പോകും, അതേപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പോകും. നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, ഒന്നും പഠിക്കാൻ പറ്റില്ല. ലിറ്ററലി അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൽ പോളിനോമിയൽസ് എന്ന ഒരു പോർഷൻ കഴിഞ്ഞു. ഇതിൽ മറ്റൊരു പോർഷൻ ഉണ്ട്, ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു 10-12 ഐഡന്റിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാം. ഇതല്ലാതെ കുറച്ചുകൂടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരും. അപ്പോൾ ഇത്രയും ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലേക്ക് വേണം, +1 വേണം, +2 വേണം. അത് കഴിഞ്ഞ് നിങ്ങൾ എവിടെയൊക്കെ മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഇത് വേണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ നമുക്ക് 2 പോർഷനായിട്ട് ആക്ച്വലി സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് പോളിനോമിയൽസ് ആയിട്ടും പിന്നെ ഒന്ന് ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ് ആയിട്ടും. അപ്പോൾ ഈ 2 പോർഷൻസും കൂടെ ചേരുമ്പോഴത്തേക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആൻഡ് ഇത് ഭാവിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പോളിനോമിയൽസ് നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആവശ്യമുണ്ട്, ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ് നെക്സ്റ്റ് ഇയർ ആവശ്യമുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ എവിടെയൊക്കെ മാത്സ് പഠിക്കുന്നോ അവിടെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. സെറ്റാണല്ലോ, സന്തോഷമായല്ലോ. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കിയാലോ. ലീനിയർ ഇക്വേഷൻസ് ഇൻ
2 വേരിയബിൾസ്. പക്ക 10th CBSE തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസിൻ്റെ ബേസ് ബിൽഡ് ചെയ്യാണ്. നിങ്ങൾ 1 വേരിയബിൾ 8th പഠിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ബാക്കിയാണ്. അത് കൃത്യമായിട്ട് പഠിച്ചവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. 9th ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് കുറച്ചുകൂടി ഒന്ന് എളുപ്പമായിരിക്കും. കാരണം അത് 8ാം ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചവർക്കാണ്. പക്ഷേ പേടിക്കേണ്ട, 8ാം ക്ലാസ് നിങ്ങൾ കുറച്ച് ഉഴപ്പിപ്പോയി എന്ന് വിചാരിക്കാം. നമ്മൾ ബേസ് തൊട്ട് പഠിപ്പിച്ചു തരും, കൃത്യമായിട്ട് ബേസ് തൊട്ട് പഠിപ്പിക്കും കേട്ടോ. അതൊന്നും ആരും പേടിക്കേണ്ട. ഇവിടെ ശ്രദ്ധിക്കാം, ഈ ഒരു ചാപ്റ്റർ പക്ക ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 10th വരുന്നുണ്ട്. സെയിം പേരാണ്, ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോർഡിനേറ്റ് ജോമെട്രി. കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത് 9th നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് മക്കളെ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വളരെ ഓപ്പൺ ആയിട്ട് പറയാലോ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രി ആണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ടോപ്പിക്കാണ്, ഒരു പുതിയ ടോപ്പിക്കാണ്. ഇതിൻ്റെ ബാക്കിയായിട്ട് അഗൈൻ 10th പേരെന്തായിരിക്കും? കോർഡിനേറ്റ് ജോമെട്രി. ഇതേ പേരിൽ ചാപ്റ്റർ ഉണ്ട്. അടുത്ത കൊല്ലം ഇതേ പേരിൽ നിങ്ങൾ ചാപ്റ്റർ പഠിക്കും. സോ ബേസിക്സ് ഇപ്പോൾ സെറ്റായി പോയിട്ടില്ലെങ്കിൽ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ പോയിന്റ്സ് മാർക്ക്, അങ്ങനത്തെ കുറച്ച് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ആ ബേസിക്സ് നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റായിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം നല്ലപോലെ അതിലും നിങ്ങൾ ബുദ്ധിമുട്ടും. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജോമെട്രിയിലേക്ക് കിടക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ ടു യൂക്ലിഡ്സ് ജോമെട്രി വലിയ കുഴപ്പമില്ലാത്തൊരു ചാപ്റ്ററാണ്. എന്നിരുന്നാലും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കോൺസെപ്റ്റാണ്, പുതിയൊരു ടൈപ്പ് ഓഫ് ചാപ്റ്ററാണ്. നിങ്ങൾ ഇത്രയും കാലം കണ്ട ടൈപ്പ് ഒരു ചാപ്റ്റർ അല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് അതിൻ്റെ രീതിയിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററാണ് ലൈൻസ് ആൻഡ് ആംഗിൾസ്. ലൈൻസ് ആൻഡ് ആംഗിൾസിൽ കുറേ ലൈൻസ് കൂടി ചേർന്ന ആംഗിൾസ് ഉണ്ടാവുന്നു. ഓരോ ആംഗിൾസിൻ്റെ റിലേഷൻസ്, ആംഗിൾസിൻ്റെ സമ്മ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് എവിടെയൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത ഇയർ വരുന്ന സർക്കിൾസ് എന്ന ചാപ്റ്റർ, ട്രയാങ്കിൾസ് എന്ന ചാപ്റ്റർ അടുത്ത കൊല്ലം ഈ വർഷമുണ്ട്. ഈ വർഷം സർക്കിൾസ് ഉണ്ട്, ട്രയാങ്കിൾസ് ഉണ്ട്. അതേപോലെ 10th CBSE സർക്കിൾസും ഉണ്ട്, അതേപോലെ ട്രയാങ്കിൾസും. ഇതിൽ പ്രോബ്ലംസ് വരുമ്പം അപ്ലിക്കേഷൻ അതിൽ ഇൻസേർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബേസിക്സ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതായത് കൃത്യമായിട്ട് പഠിക്കേണ്ടത് വളരെ അനിവാര്യമാണെന്ന് അർത്ഥം. നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ. നോക്കുക, നെക്സ്റ്റ് വൺ ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾസിൽ നമുക്ക് പഠിക്കാനുള്ളത് SAS കോൺഗ്രുവൻസ് റൂളാണ്. SAS കോൺഗ്രുവൻസ് റൂള്, ASA കോൺഗ്രുവൻസ് റൂള്, അങ്ങനെ കുറേ കോൺഗ്രുവൻസ് റൂളാണ്. കോൺഗ്രസ് അല്ല, അത് ഇത് റേ കേട്ടോ. അപ്പം ട്രയാങ്കിൾസ് എന്ന ചാപ്റ്റർ പക്ക കുറച്ച് 2 ട്രയാങ്കിൾ എടുക്കുന്നു. ഈ 2 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. പണ്ട് 8th ടീച്ചർ ഞാനൊരു ദിവസം ക്ലാസ് മിസ് ചെയ്തു. 2nd ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചർ പറഞ്ഞു, ടീച്ചർ ഒരു ട്രയാങ്കിൾ ബോർഡിൽ അങ്ങോട്ട് വരച്ചു. ഞാൻ ഫസ്റ്റ് ക്ലാസ് മിസ് ചെയ്താണേ. എന്നിട്ട് പറയാണ് ഇതൊരു ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഈ ട്രയാങ്കിൾ വരച്ചിട്ട് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയുക. എൻ്റെ കിളി അങ്ങോട്ട് പോയി. അപ്പോൾ അതുപോലത്തെ ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. പക്ക ഇതിൻ്റെ തുടർച്ചയായിട്ട് 10th CBSE ട്രയാങ്കിൾസ് എന്ന ചാപ്റ്റർ ഉണ്ട്. കൃത്യമായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചാൽ മാത്രമേ ആ ചാപ്റ്റർ നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ലപോലെ ബുദ്ധിമുട്ടാവും. ഇതിൻ്റെ ബേസിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 10th CBSE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ക്വാഡ്രിലാറ്ററൽസ് ആണ്. ക്വാഡ്രിലാറ്ററൽസിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് എന്തില്ല, ചാപ്റ്റർ 10th CBSE ഇല്ല. പക്ഷേ ഇതിൽ പഠിക്കുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലൊക്കെ അപ്ലിക്കേഷനായിട്ട് വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ചാപ്റ്റർ സർക്കിൾസ് ആണ്. പ്യുവർ അപ്ലിക്കേഷൻ ലെവൽ ചാപ്റ്റർ ആണ്. നിങ്ങളെ 10th CBSE ഇതിൻ്റെ പക്ക അപ്ലിക്കേഷൻ വരുന്നതാണ്. സർക്കിൾസ് എന്ന പേര് തന്നെ 10th ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് 10th CBSE കൃത്യമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നല്ലപോലെ ബുദ്ധിമുട്ടാവും. സർക്കിൾസിൽ നമുക്ക് പഠിക്കാനുള്ളത് കോഡ്സ് എന്താണ്, സെൻട്രൽ ആംഗിൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. സർക്കിൾസ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വേണം ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കാം. അതായത് നമ്മൾ പഠിപ്പിച്ച ഒരു സെർട്ടൻ ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ പോളിനോമിയൽസിൽ നമ്മളൊരു ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടിട്ട് അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അത്രമാത്രം ആ ഒരു സെറ്റ് ഉണ്ട്, ഒരു വെൽ ഡിഫൈൻഡ് സെറ്റ് ഉണ്ട്. അത്ര നമുക്ക് പറയാൻ പറ്റും ഇത്ര ഈ ഒരു ലെവലിലെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ, ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ സർക്കിൾസ് അങ്ങനെയല്ല. സർക്കിൾസ് ഒരു സർക്കിൾ വരച്ച് 2 കൂടെ അങ്ങോട്ട് വരച്ച് മാറ്റി വരച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ എങ്ങനെ വേണേൽ സർക്കിൾസ് നിന്ന് ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റും, എങ്ങനെ ഏത് ലെവലിൽ വേണേൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ കൃത്യമായിട്ട് ഇതിലെ കൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവണം. കൺസെപ്റ്റ്സ് മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ കൃത്യമായിട്ട്
ക്ലാസ് കേൾക്കണം അല്ലേ. അപ്പോൾ കൃത്യമായിട്ടുള്ള ക്ലാസ് കേട്ട് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ സർക്കിൾസ് 9th CBSE നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റുള്ളൂ, നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ 10th എത്തുമ്പോൾ നിങ്ങൾക്ക് സർക്കിൾസ് എന്ന ചാപ്റ്റർ എന്തെങ്കിലും മനസ്സിലാവുക പോലും ഉള്ളൂ. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ഏരിയാസ്. ഹെറോൺസ് ഫോർമുല ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഒരൊറ്റ ഇക്വേഷൻ പഠിക്കുക. കോർഡിനേറ്റ് ജോമെട്രി ഞാൻ പറഞ്ഞല്ലോ എളുപ്പമുള്ള ചാപ്റ്ററാണ്. അതേപോലെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് ഹെറോൺസ് ഫോർമുല എന്ന ചാപ്റ്റർ. ഒരൊറ്റ ഇക്വേഷനാണ്. അതിലൊരു 3-4 ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് പഠിക്കണം, അതെന്തായാലും പഠിക്കണം. അല്ലാതെ ഒരു ഇക്വേഷൻ വെച്ച് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒറ്റ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല വരിക. ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. ഒരു 3-4 ടൈപ്പ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ മുഴുവൻ മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് ഹെറോൺസ് ഫോർമുല എന്ന ചാപ്റ്റർ. നെക്സ്റ്റ് വൺ ഈസ് സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ്. ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നത് നല്ലപോലെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ 8th പഠിച്ച മെൻസ്ട്രുവേഷൻ എന്ന ചാപ്റ്ററിൻ്റെ തുടർച്ചയായിട്ടാണ് വരുന്നത്. പക്ഷേ 8th നിങ്ങൾ കാര്യമായിട്ടൊന്നും പഠിക്കുന്നില്ല എന്നതാണ് സത്യം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് എന്ന ചാപ്റ്ററിൽ പഠിക്കും. കഴിഞ്ഞോ? ഇല്ല. 10th സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു 10 ഇക്വേഷൻസേ ഉള്ളൂ. ആകെ 8 ഇക്വേഷൻസേ ഉള്ളൂ. സിലിണ്ടർ, അതേപോലെ സ്ഫിയർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അതിൻ്റെ ഇക്വേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. കോണ്, അങ്ങനത്തെ കുറച്ച് ഇക്വേഷൻസ് ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ഒരു ഗ്ലാസ് ഉണ്ട്. ഒരു ഗ്ലാസിൻ്റെ ഉൾഭാഗം, ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്, അതിൻ്റെ ഉൾഭാഗം കുറച്ചൊന്ന് പൊന്തിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു റേഡിയസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര വെള്ളം കൊള്ളും? ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നത്. അതായത് പക്ക നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈവൻ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്സാം ഹാളിൽ ആദ്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം പതറിപ്പോകുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് എന്ന ചാപ്റ്ററിൽ നിന്ന് എല്ലാ വർഷവും 10th CBSE ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അതേ ലെവലിൽ തന്നെയാണ് സ്കൂളുകളിൽ ടീച്ചേഴ്സ് 9th CBSE എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് എന്ന ചാപ്റ്ററിന് ചോദിക്കാറുള്ളത്. എല്ലാ കൊല്ലവും കണ്ടുവരുന്നൊരു ഫിനോമിനാണ് സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് എന്ന ചാപ്റ്ററിന് നല്ല ക്വസ്റ്റ്യൻസ്, അതായത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് മാത്രം പഠിച്ചു പോയാൽ ഒരിക്കലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 10th CBSE ബോർഡ് എക്സാമിന് ഉറപ്പായിട്ടും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. എല്ലാ പ്രാവശ്യവും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് 9th പഠിച്ചിട്ടില്ലെങ്കിൽ 10th നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നതല്ല. മാത്രമല്ല ടീച്ചേഴ്സ് പറയും ഇത് നിങ്ങൾ 9th പഠിച്ചതാണ്, അപ്പോൾ 10th നമുക്ക് ഇതാണ് അതിൻ്റെ ബാക്കിയാണ് പഠിക്കാനുള്ളതെന്നാണ് അവരവിടെ നിന്ന് എടുത്തു പോകും. നിങ്ങൾ അറ്റത്തേക്ക് നോക്കിയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അവർ ലാസ്റ്റ് ചാപ്റ്റർ, സ്റ്റാറ്റിസ്റ്റിക്സ്. വലിയൊരു ഇടങ്ങേറില്ലാത്തൊരു സാധനമാണ്. നിങ്ങളെ വല്ലാതെ മൂപ്പരങ്ങട് കയറി ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. സിമ്പിളാണ്, അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. സോ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടതിൽ ഒട്ടുമിക്ക എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ബാക്കിയായിട്ടാണ് 10th നമുക്ക് പഠിക്കാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ 9th ഈ വർഷം നിങ്ങൾ മാത്സിൽ ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങളെ 10th കാര്യത്തിൽ ഒരു തീരുമാനം ആയിരിക്കും. കാരണം മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 9th ഒന്നും പഠിച്ചില്ല, 10th അങ്ങോട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. 10th ടെക്സ്റ്റ് ബുക്കിൽ പറയാത്ത പോയിന്റ്സ് വരെ ക്വസ്റ്റ്യൻ ആയിട്ട് ബോർഡ് എക്സാമിന് 9th കൺസെപ്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോളിനോമിയൽസ്. അപ്പം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് 9th മാത്സ് എന്ന് പറയുന്നത്. വളരെ വളരെ ബേസിക് ആയിട്ട് പറയല്ലോ, അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ 10th നിങ്ങൾക്ക് ഫുൾ മാർക്ക് പോയിട്ട് 90% പോയിട്ട് 80% പോലും കിട്ടുമെന്ന് ഒരു തരത്തിലുള്ള പ്രതീക്ഷയും വേണ്ട. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്കിപ്പോൾ 8th നിന്നൊക്കെ നിങ്ങൾ 8th കുറേ ഇതിൻ്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾ 8th പഠിച്ചിട്ടുണ്ടാവും അല്ലേ. 8th ഉഴപ്പിപ്പോയ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവുമല്ലോ. 8th മര്യാദയ്ക്ക് മാർക്കൊന്നും ഇല്ലാതെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ചീത്ത കേട്ട് 9th തൊട്ട് എങ്ങനെയെങ്കിലും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെയുള്ള കുട്ടികളുണ്ടാവുമല്ലോ. പേടിക്കേണ്ട മക്കളെ, നമ്മൾ നിഞ്ച ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ക്ലാസ് ജസ്റ്റ് ബേസിക്സ് ഒരു പാർട്ട് കഴിഞ്ഞു. അപ്പോൾ നിഞ്ച ബാച്ചിൽ നമ്മൾ മാത്സ് അല്ല എല്ലാ സബ്ജക്ട്സും ഉണ്ട്. ഞാൻ മാത്സിൻ്റെ കാര്യം മാത്രം പറയുകയാണ്. മാത്സ് നമ്മൾ NCERT ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ പഠിപ്പിക്കുക. NCERTയിലുള്ള മുഴുവൻ കൺസെപ്റ്റ്സ് പഠിപ്പിക്കും. എക്സസൈസ് ക്വസ്റ്റ്യൻസ് മുഴുവൻ NCERTയിൽ എത്ര എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യൻസും പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ എക്സ്ട്രാ
എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അല്ലാതെയുള്ള നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. കേസ് സ്റ്റഡി അതേപോലെ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസിനായിട്ട് സെപ്പറേറ്റ് ക്ലാസ്സസ് വേറെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പം പോളിനോമിയൽസ് എന്ന ചാപ്റ്റർ ഒരു 5 പാർട്ടായിട്ടാണ് നിഞ്ച ബാച്ചിൽ ക്ലാസ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ 5 പാർട്ടായിട്ട് എടുക്കുന്ന ഈ ഒരു ക്ലാസ് ഓരോ പാർട്ട് കഴിയുമ്പോഴും നിങ്ങൾക്ക് 10 MCQs വെച്ച് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആവും. ഒരു ക്വിസ് പോലെ 10 MCQs വെച്ചിട്ട് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആവും. ഫോർ എക്സാമ്പിൾ പോളിനോമിയൽസ് 5 പാർട്ടാണെങ്കിൽ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് കിട്ടും? നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻസ് MCQs അങ്ങനെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതായത് ഒരു പാർട്ട് കഴിയുമ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആപ്പിൽ കിട്ടും. നിങ്ങൾ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞ് ആ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് ആ 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, നിങ്ങൾ എത്ര ടൈമിൽ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, എല്ലാം നിങ്ങൾക്ക് അവസാനം ഒരു ഫൈനൽ റിസൾട്ട് ആയിട്ട് കാണാൻ പറ്റും. എത്ര ക്വസ്റ്റ്യൻസ് തെറ്റി, എത്ര ക്വസ്റ്റ്യൻസ് ശരിയായി, എത്ര സമയം കൊണ്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തത്, എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ വരും. അതേപോലെ അടുത്ത പാർട്ട് കഴിഞ്ഞു, സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു, വീണ്ടും 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ആ 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അടുത്ത പാർട്ട് കഴിഞ്ഞു, 10 ക്വസ്റ്റ്യൻസ് കിട്ടും. അങ്ങനെ 5 പാർട്ടിലാണ് ചാപ്റ്റർ തീരുന്നതെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ ഒരു 10 പാർട്ട് കൊണ്ട് 10 ക്ലാസ്സസ്, 10 പാർട്ട് എന്ന് പറയുന്നത് ക്ലാസ് ആട്ടോ, ഒരു ദിവസം ഒരു ക്ലാസ്, അതായത് 1.5 hour നമ്മളൊരു ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 10 ക്ലാസ് കൊണ്ടാണ് ഒരു ചാപ്റ്റർ തീരുന്നതെങ്കിൽ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് കിട്ടി? 10 × 10 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണ്. സോ MCQs എന്ന് പറയുന്ന ആ ഒരു മെയിൻ വിലനെ നമ്മൾ അങ്ങനെ പിടിച്ചു കെട്ടാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അതേപോലെ നവംബർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫുൾ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. മാത്സിൽ ഫുൾ സിലബസ് നമ്മൾ നവംബറിൽ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എക്സാം എപ്പോഴാണ് ഉണ്ടാവുക? ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും ജനുവരി മാസത്തിലൊക്കെയാണ് എക്സാം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ജനുവരി തൊട്ട് അങ്ങോട്ടേക്ക് അങ്ങനെയാണ് എക്സാം വരുന്നത്. സോ നവംബർ തൊട്ട് അങ്ങോട്ടേക്ക് ഫുൾ നമ്മൾ റിവിഷൻ സീരീസ് ആയിരിക്കും. കൃത്യമായിട്ട് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ടത് ആകെ ഇത്ര മാത്രമാണ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഞങ്ങൾ പഠിപ്പിച്ചു തരുന്ന എല്ലാ ടോപ്പിക്സും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. എസ്പെഷ്യലി മാത്സിൻ്റെ കാര്യത്തിൽ ടീച്ചേഴ്സൊക്കെ പറയും എഴുതി പഠിച്ച് പോകണം. പണ്ട് തൊട്ടേ മാത്സ് കേൾക്കുന്ന കാലം തൊട്ടേ ടീച്ചേഴ്സൊക്കെ പറഞ്ഞതാണ്. സത്യമാണ്, എഴുതി പഠിച്ചിട്ടില്ല. മാത്സ് നിങ്ങൾ കണ്ട് മാത്രം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാവും. ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ മക്കളും ഞാൻ പറയുന്നത് ഒരു പോയിന്റ് ഇടാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഇവിടെ ക്ലാസ് എടുക്കാറുള്ളൂ. ഏതൊരു ടീച്ചറാണെങ്കിലും അങ്ങനെ ക്ലാസ് എടുക്കാറുള്ളൂ. പക്ഷേ വൺസ് നിങ്ങൾ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ പെന്ന് നിങ്ങളെ കയ്യിൽ കിട്ടി, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ ആൻസർ എഴുതി തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ സ്റ്റക്കായി പോകുന്നു, തെറ്റിപ്പോകുന്നു. ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണത്. ക്ലാസ് എടുക്കുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എക്സാം ഹാളിൽ എത്തുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല, പേടിയാവുന്നു സാർ, ടെൻഷനാവുന്നു. ടെൻഷനും പേടിയും ഒന്നുമല്ല, നിങ്ങൾ ചെയ്ത് പഠിക്കാത്തതിൻ്റെ പ്രശ്നം. അത് കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചൂടാ, കൃത്യമായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചൂടാ. നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആകെ വളരെ ചെറിയ ഫീസ് മാത്രമേ നിങ്ങൾക്ക് ഒരു കൊല്ലത്തേക്ക് വാങ്ങുന്നുള്ളൂ. ഒരു കൊല്ലത്തേക്ക് ടോട്ടലായിട്ടാണ്. ഒരു കൊല്ലത്തേക്കുള്ള ഒരു കാലയളവിൽ ആ ഒരു ഫീസാണ് വളരെ തുച്ഛമായിട്ടുള്ളൊരു ഫീസാണ്. കൃത്യമായിട്ട് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താഴെ നമ്പർ ഉണ്ടാവും. സോ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കുക മാത്സ്.